വെറും സീറോവിൽ നിന്ന് ആരംഭിച്ചതാണ് നമ്മുടെ സിറാജുൽ ഹുദ എഡ്യൂക്കേഷണൽ കോംപ്ലക്സ്. വെറും കേവലം 19 സെൻറ്റ് സ്ഥലത്ത് ചെറിയ ഓല ഷെഡ് കെട്ടി ആ ഷെഡിൽ ആരംഭിച്ച് വളർത്തി കൊണ്ടുവന്നതാണ് സിറാജുൽ ഹുദ. അതിന് സഹായിച്ച പ്രവർത്തിച്ച പലരും മരണപ്പെട്ടു പോയവരുണ്ട്. അള്ളാഹു അവരുടെ ഖബറിൽ സന്തോഷം നൽകട്ടെ. മുസ്ലിം അമുസ്ലിം വ്യത്യാസമന്യേ എല്ലാ ജനങ്ങളും ഈ സ്ഥാപനത്തോട് സഹകരിച്ചവരും സഹകരിച്ചു കൊണ്ടിരിക്കുന്നവരും ആണ്. ഇതിൻ്റെ കീഴിലുള്ള വ്യത്യസ്ത സ്ഥാപനങ്ങൾ, MBA കോളേജ് അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വെവ്വേറെ ധാരാളം സ്ഥാപനങ്ങൾ ഇതിൻ്റെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കോളേജ് ഓഫ് ഇൻ്റഗ്രേറ്റഡ് സ്റ്റഡീസിലും കോളേജ് ഓഫ് ശരിയായിലും കോളേജ് ഓഫ് എക്സലൻസിലും കോളേജ് ഓഫ് ഹിഫ്ദുൽ ഖുർആൻ കോളേജിലുമൊക്കെയുള്ള ഇവിടെയും മറ്റു ഓഫ് ക്യാമ്പസുകളിലുമൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കിടയിൽ അവരുടെ അഭിരുചിയും അവരുടെ കലാവാസനയുമൊക്കെ കണക്കിലെടുത്ത് അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവരെ ശാക്തീകരിക്കുകയും ചെയ്യാനുള്ള ഒരു പരിപാടിയാണ് നമ്മുടേത്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഓരോ ഘട്ടങ്ങളും വളരെ സന്തോഷകരമായും വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്രദമായും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ സൗഭാഗ്യവും കഴിവും ഇതിൻ്റെ സംഘാടകർക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ബാക്കി കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് പിന്നീട് പറയാം, ഇപ്പോൾ സംസാരിക്കുന്നില്ല. പഠനമാണ് എല്ലാം കൊണ്ടും നാം ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഈ മത്സര പരിപാടിയും യഥാർത്ഥത്തിൽ പഠന മത്സരമാണ്, അല്ലാതെ ഒരു ഭൗതിക ശൈലിയിലുള്ള നമുക്ക് പേരെടുക്കാൻ വേണ്ടിയുള്ള ഒരു മത്സരമല്ല, നമുക്ക് കാര്യമെടുക്കാൻ വേണ്ടിയുള്ള മത്സരമാണ്. പഠിക്കുന്ന കാലത്ത് തന്നെ സാഹിത്യവാസനകളെ പ്രോത്സാഹിപ്പിക്കപ്പെടുകയും അത് സമൂഹത്തിനും രാഷ്ട്രത്തിനും ഉപകരിക്കുന്ന വിധത്തിൽ ആയിത്തീരുകയും വേണം. അതിനുവേണ്ടിയുള്ള പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എപ്പോഴും രാഷ്ട്രത്തിന് നഷ്ടം വരാതെ, സമൂഹത്തിന് നഷ്ടം വരാതെ പുരോഗമന ചിന്തകൾ ഉണ്ടാകണം. ഞാൻ പലപ്പോഴും പഴയ കാലത്ത് സൂചിപ്പിക്കാറുണ്ടായിരുന്നു, ജപ്പാനിൽ ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബ് സ്ഫോടനമുണ്ടായി. തീർത്താൽ തീരാത്ത നഷ്ടങ്ങൾ സംഭവിച്ച ജപ്പാൻ ഇന്ന് നമ്മളെയൊക്കെ, നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ പലതും എടുത്തു നോക്കിയാൽ മെയ്ഡ് ഇൻ ജപ്പാനായിരിക്കും. അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും കയറി വരാൻ ജപ്പാനിന് സാധിച്ചു. ആത്മാർത്ഥതയോടുകൂടിയുള്ള അവരുടെ പരിശ്രമമാണ് അതിൻ്റെ നിമിത്തം. ഒരു ചെരുപ്പ് കമ്പനിയിൽ കമ്പനിയുടെ ഉടമസ്ഥന്മാർ അവർക്ക് അവകാശപ്പെട്ട അല്ലെങ്കിൽ ലഭിക്കേണ്ട ശമ്പളം കൊടുക്കുന്നില്ല. അവിടെയുള്ള തൊഴിലാളികൾ സമരം പ്രഖ്യാപിച്ചു. അവരുടെ സമരം എങ്ങനെയായിരുന്നു? അവരുടെ സമരം
തീരെ ചെരുപ്പ് നിർമ്മിക്കുകയില്ല, ഞങ്ങൾ വെറുതെ ഇരിക്കും, അങ്ങനെയായിരുന്നില്ല. കാരണം വെറുതെ ഇരിക്കുന്ന സമയം പിന്നീട് വില കൊടുത്ത് വാങ്ങാൻ കഴിയില്ല. നഷ്ടപ്പെട്ടത് തന്നെയാണ്. അതേ സമയത്ത് ചെരുപ്പ് സാധാരണ പോലെ നിർമ്മിച്ചു കൊടുത്താൽ സമരം വിജയിക്കുകയും ഇല്ല. അപ്പോൾ അവർ സമരം നടത്തിയത് എങ്ങനെയാണ്? അവർ തീരുമാനിച്ചു ഒരു കാലിൻ്റെ ചെരുപ്പ് മാത്രം നിർമ്മിക്കുക. രണ്ട് കാലിൻ്റെ ചെരുപ്പ് നിർമ്മിക്കാതെ വിറ്റ് കാശാക്കാൻ കമ്പനിക്ക് കഴിയൂല. അതേ സമയത്ത് നമ്മൾ വെറുതൊട്ടിരിക്കുകയില്ല, നമ്മൾ പണി ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കും, പക്ഷെ ഒറ്റക്കാലിൻ്റെ ചെരുപ്പ് മാത്രം അങ്ങനെ നിർമ്മിക്കും. അപ്പോൾ പിന്നെ കമ്പനിയുടെ ഉടമ അവരുടെ സമരം പരിഗണിക്കേണ്ടി വന്നു. പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് തീർത്തപ്പോൾ പിന്നെ അടുത്ത കാലിൻ്റെ ചെരുപ്പ്, പിന്നെ സാധനം സമയം അല്പവും നഷ്ടപ്പെടുത്താത്ത, ആർക്കും നഷ്ടമില്ലാത്ത സമരം. ഈ രൂപത്തിൽ സമയനഷ്ടത്തെ സംബന്ധിച്ച് നല്ല ബോധത്തോടു കൂടിയായിരിക്കണം എല്ലാവരും എല്ലാ പരിപാടികളും സംഘടിപ്പിക്കുന്നതും നടത്തുന്നതും. സമയം എന്നത് നമുക്ക് വില കൊടുത്ത് വാങ്ങാൻ കഴിയാത്ത ഒരു വസ്തുവാണ്. ആ പരിഗണനയോടുകൂടി നമ്മുടെ പരിപാടികളൊക്കെ കൃത്യമായി നടത്തിക്കൊണ്ടുപോകാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. മുതവ്വൽ വിദ്യാർത്ഥികളുടെ പരിപാടി നാളെ മുതൽ അവരുടെ പുതിയ ബിൽഡിങ്ങിൻ്റെ താഴ്ഭാഗത്ത് വെച്ച് നടക്കും എന്ന് സംഘാടകർ അറിയിച്ചു. എന്തായാലും മുതവ്വലുകാർക്ക് ഒരു ബിൽഡിംഗ് ഉണ്ട് എന്നുള്ളത് അവർക്കും മറ്റുള്ളവർക്കുമൊക്കെ അറിയാനും കൂടി അതൊരു കാരണമാകട്ടെ. ഇൻഷാ അല്ലാഹ്. അള്ളാഹു നല്ല തുടക്കത്തിന് തൗഫീഖ് നൽകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.